യെസ്, പണിക്കർ സ്പീക്കിംഗ്. അവിടെ ഉണ്ട്, വിളിക്കാം. 1 മിനിറ്റ്. ഇതേ നിന്റെ ഏതോ കൂട്ടുകാരി വിളിക്കുന്നു. ഹലോ, ഗീത ഹിയർ. യെസ്. ഞാൻ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് വരാം. വെക്കട്ടെ. ഡാഡി, എന്റെ ക്ലബിന് കൂട്ടുകാരിയെല്ലാം ചേർന്ന് കോവളത്ത് പിക്നിക്കിന് പോകുന്നു ഡാഡി. നോക്ക് പോണമായിരിക്കും. അതെ ഡാഡി. എന്നാ പോയിട്ട് വാ. നീ എവിടേക്കാ പോകുന്നത്? അവൾ എവിടേക്കാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. പുറകെ ഗോപിന്റെ പറഞ്ഞേക്കാനായിരിക്കും. ഗോപിയെങ്ങാനും കോവളത്ത് വന്ന് നിന്നെ ശല്യം ചെയ്താൽ നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഗോപി അമ്മ ഈ വീട്ടിൽ കാണില്ല. എന്താ പേടിച്ചു പോയി? മറ്റുള്ളവരൊക്കെ എവിടെ? എല്ലാവരും ഉണ്ട്. ഞാൻ വിചാരിച്ചു വൈകിയതുകൊണ്ട് അവരൊക്കെ പോയി കാണും. അങ്ങനെയൊന്ന് പോവോ? ആട്ടെ, ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തത് അച്ഛനവന് സംശയം ഉണ്ടാക്കിയോ? അച്ഛൻ വിചാരിച്ചു എന്റെ കൂട്ടുകാരിയാണ്. വെരി ഗുഡ്. ആട്ടെ, ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവിടെ ഉണ്ട്, വരൂ. ഇതേ എന്താ? ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഞാനും നീയും മാത്രം എവിടെ എത്തിയിട്ടുള്ളൂ. വേറെ ആരും വന്നിട്ടില്ല. ഇങ്ങോട്ട് വരികയില്ല. ഫോൺ ചെയ്ത് അല്ലെങ്കിൽ ഗീത വരുമോ? ഗീതേ, ഞാൻ നിന്നെ ആദ്യമായി കണ്ട ദിവസം മുതൽ നിന്നോടൊത്തൊരു രാത്രി കഴിയാൻ എന്റെ ഹൃദയം താങ്ങിക്കുകയായിരുന്നു. ഈ രാത്രി നമുക്കിവിടെ കഴിയാം. നിങ്ങൾ മാന്യനായ ഒരു സ്നേഹിതനാണെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് ഇത്ര സ്വാതന്ത്ര്യമായി പെരുമാറിയത്. നിങ്ങൾ ഒരു വിടനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. You are a rascal. I hate you. വേലക്കാരുടെ ഷട്ടിൽ വിയർപ്പിന്റെ മണം കാണും. വിരോധമില്ലെങ്കിൽ ധരിച്ചോളൂ. ഇപ്പൊ മനസ്സിലായല്ലോ സ്നേഹിതന്മാരുടെ തനിനിറം. വരൂ. പെണ്ണിന് അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഫലം ഇപ്പൊ മനസ്സിലായില്ലേ? ഗോപി ഉള്ളത് കൊണ്ട് ഇത്രയും നടന്നുള്ളൂ. ഒന്ന് നിർത്ത്. കാര്യം പറയുമ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നത്? പെണ്ണിനെ ആരുടെങ്കിലും കൂടെ കല്യാണം കഴിച്ച് അയക്കാൻ നോക്കണം. അവളുടെ പഠിത്തം കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാ ഇനിയും കയറൂരി വിട്ടേക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവളുടെ പെറ്ററുള്ളയാ. അവൾ ഇനി എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചാലുണ്ടല്ലോ ഞാൻ ജീവിച്ചിരിക്കും. മഹേശ്വരി, അവളുടെ കല്യാണത്തിനുള്ള ഏർപ്പാട് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. കട്ടൻ ചായ ഒന്ന് പിടക്കാനോ മനുഷ്യ, അവളാണ് എടുത്തോണ്ടിരിക്കുന്നത്. എടാ, തേയിലയിട്ട് വെള്ളമൊഴിച്ച് ഞെക്കിയപ്പോ പാലോ? ഇതെന്തൊരു മറിവാണ്. ആ കൊച്ചപ്പം നമുക്കിട്ട് വേറെ വെച്ചതാണല്ലോ. എടാ കൊച്ചപ്പാ, ആശാനെ, ഇങ്ങനെയാണോ ആശാനെ തേയില സഞ്ചി വഹിക്കുന്നത്? ഇതെന്തോ ഒരു കുഴപ്പമാണ്. ആശാൻ തന്നെ നോക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ തെറ്റിരിക്കുന്നത്. തയ്യൽ ഇനി യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തെ തേയിലയെ വിട്ട് ചൂടുവെള്ളവും ഒഴിച്ച് ഞെക്കി നോക്കുമ്പോ പാലാ വരുന്നത്. പാല് വരുന്നു? ആ, പാല്. ഇത് ഞെക്കുന്ന കാര്യം തന്നെയാണോ? ഞാൻ വേറെ വല്ല ഞെക്കുന്ന കാര്യമാണോ? പാല് മാത്രമേ വരുന്നുള്ളൂ അതോ പഞ്ചാര കൂടെ വരുന്നു? ഇപ്പൊ പാല് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇതൊരു വല്ലാത്ത മായമാണല്ലോ. സംശയമുണ്ട്. നിങ്ങളെല്ലാം കൂടെ ഒന്ന് ഞെക്കി നോക്ക്. എന്താ ഇപ്പൊ ഞെക്കിയപ്പോ പാല് തന്നെയാണോ വരുന്നത്? നല്ല ഒന്നാന്തരം പാല്. ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? ആനന്ദം, കല്യാണി, നിങ്ങൾ ഞെക്കി നോക്കിയേ. ഞങ്ങൾ ഞെക്കി നോക്കണോ? അല്ല, നോക്കണ്ടെങ്കിൽ നോക്കണ്ട. ഈ പൈ വെച്ചതാരാ? തയ്ക്കത് ഞാന്. ആ സംഗതി ഞാൻ പറയാം. NS ബ്ലോക്കിൽ നിന്ന് അമേരിക്കൻ പാൽപ്പൊടി വരുന്ന ഒരു ചാക്ക് നമ്മുടെ ഗ്രാമദേവി എവിടെ കൊണ്ടുവന്നിട്ടിരുന്നില്ലേ? അത് വെട്ടിയെടുത്തായി സജ്ജ തയ്ച്ചു. അങ്ങനെ വെറുതെ അതുകൊണ്ടായി പാല് വരുന്നത്. കേട്ടോ ആശാനെ,
ഞാൻ 10-12 ഞെക്കി അക്ഷരമൊക്കെ ഒന്ന് വായിപ്പോ പിന്നെ പാല് വരത്തില്ല. എനിക്ക് വേറെ സഞ്ചി തയ്ച്ചു തരണം. അല്ല, വേറെ സഞ്ചി വെച്ച് തരണമെങ്കിൽ വേറെ കാശ് ഒന്നേ കാശ് തരാൻ പറ്റുകയില്ല. അത് എത്ര ഫോണല്ലേ? അതാണ് നമ്മളെ കണ്ടാലും ഒരു റോട്ടിലിരുന്ന് ജീവിക്കുന്നവരാ. എന്നോട് കാണിക്കാൻ തന്നെ ചോദിക്കുന്നത് പരിപ്പൊടി വാങ്ങിക്കാമ്പോ കണ്ണാടി ഇപ്പം പാല് വരുന്നു ഇവിടെ വന്നിരിക്കുന്നു. ഗോപി, നീ ഇവിടെ വയ്ക്കുകയാണ്. ചോറ് വയ്ക്കുന്ന സ്ഥലത്തേക്കല്ലേ? അവിടെ എന്നാ നെടിയമ്മാവാ, നീ ഇല വെച്ചാ മതി. നിന്നോട് ഞാനാ പറയുന്നത്, അങ്ങോട്ടിയല്ലേ? വിളിക്കാം. മോളെ കൊണ്ടുവരൂ. അയ്യോ, നിൽക്കണേ, ഒന്ന് നിൽക്കണേ. ഇതിനെപ്പറ്റി ആ രാത്രി പറഞ്ഞത് പച്ച കള്ളമാണ്. ഈ കല്യാണം നടക്കാതെ പോയാൽ ഈ കുടുംബത്തിന്റെ അന്തസ്സ് തകരും. ഗീത പാവമാണ്. ഗീതിന്റെ പാഴ് നോക്കി പോകണമെന്നേ. അമ്മാവ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ അമ്മാവ. അമ്മാവന്റെ മകൾക്കാണെങ്കിൽ ഒരു ഗതി വന്നിട്ട് സഹിക്കുമോ അമ്മാവ? നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് ആ പഠിക്കലമാവൻ തളർന്നു വീണി മരിക്കാൻ കിടക്കുന്നു. അയ്യോ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും അമ്മാവ. നിങ്ങളുടെ കാലുകൾ ഞാൻ പിടിക്കാം അമ്മാവ. ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടുകാരാ. പേരുദോഷം വന്ന പെണ്ണിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നടക്കണം. അയ്യോ, നിങ്ങൾ പോകരുത്. നിങ്ങൾ ആരും പോകരുത്. ഇനി ഭയപ്പെടാനൊന്നുമില്ല. അദ്ദേഹം കുറച്ചു നേരം വിശ്രമിക്കട്ടെ. രാജ, നീ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരുന്നോണം. വാ മോളെ. അമ്മേ, വരൂ. ദയവ് ചെയ്ത് എല്ലാവരും ഇരിക്കണം. എന്റെ മകളുടെ വിവാഹം ഈ മണ്ഡപത്തിൽ വെച്ച് ഈ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ നടത്തും. ഗോപി, ഇവിടെ വരും. എന്താ എടാ, ആ താലി എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ട്. അമ്മേ, എന്താണ് ഈ പറയുന്നത്? ഗീതയെ താലി കെട്ടാൻ. അമ്മ, ഞാനോ? കെട്ടാനാണ് പറഞ്ഞത്. അമ്മേ, മോദിയെ കൊണ്ടാണ് താലി കെട്ടിക്കുന്നത്. അതെ, എനിക്ക് ഈ വിവാഹം വേണ്ട. എന്താടി പറഞ്ഞത്? നിനക്ക് വിവാഹം വേണ്ടെന്ന്. ഈ വിവാഹം ഉപേക്ഷിച്ച് അവരെല്ലാം ഇറങ്ങിപ്പോയത് എന്താണെന്ന് നിനക്കറിയാമോ? അവരീ നാട്ടിലിറങ്ങി എന്തെല്ലാം പറയുമെന്ന് നിനക്കറിയാമോ? ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നിന്നെ കൊന്നുമില്ലല്ലേ? മുകളിൽ മുറിയിൽ കിടക്കുന്ന നിന്റെ അച്ഛനെ ശവമായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന നിനക്ക് കാണണം. അമ്മേ, ശബ്ദിക്ക്. ഇത്രയും ചീത്തപ്പേര് കേട്ട നിനക്ക് ഈ ജന്മത്തിന്റെ ഒരു വിവാഹം നടക്കുമെന്ന് നീ കരുതുന്നു? എനിക്ക് വിവാഹം വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആഹാ, അത്രയ്ക്കായോ? മോനെ, താലികൾ. അമ്മേ, ഗീതയെ കല്യാണം കഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ഞാനത് ചെയ്യൂല അമ്മേ. ഗോപി, ഈ കുടുംബത്തിന്റെ മാനം നീ രക്ഷിക്കില്ലേ? അമ്മേ, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് മാത്രം എന്നോട് പറയരുത്. വേണ്ട. എന്റെ വേദന കാണാൻ ആരുമില്ലേ ദൈവമേ? ലക്ഷ്മിയമ്മ,
എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിൽ ഗോപിയോട് ഗീതയ്ക്ക് താലി കെട്ടാൻ പറയും. പറയൂ ലക്ഷ്മിയമ്മ, മാനം പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. മോനെ താലി കെട്ട. അമ്മയാണ് മോനെ പറയുന്നത്. താലി കെട്ട. ശരിയമ്മേ. കല്യാണം നടന്നോ? നടന്നു തോന്നുച്ചാ. മഹേശ്വരി, നമ്മുടെ മോളെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞു. ഗീതയും ഭർത്താവിനെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവരിങ്ങോട്ട് വിളിക്കൂ. വരും മക്കളെ. ഇവനെ കൊണ്ടാണോ എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചത്? അമ്മാവ, ഞാൻ കത്തിച്ചു പോയത്. എന്റെ എച്ചിൽ നിന്ന് പോയെന്ന് നീ എന്റെ കഴുത്തിൽ തന്നെ വെട്ടിയല്ലേ? ഞാനാണ് ഗോപിയെ കൊണ്ടത് ചെയ്തത്. ഇവരെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിക്കണം, അല്ലേ? വേണ്ട, മാനം രക്ഷിച്ചവനായിട്ട് അംഗീകരിച്ചാൽ മതി. ഇവന്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാൾ വിവാഹ ജീവിതം ഇല്ലാതിരിക്കുന്ന എന്റെ മോൾക്കത്ത് ഒരച്ഛൻ എളുപ്പം അത് പറയാൻ കഴിയും. പറയാൻ മാത്രമല്ല, ഈ തെണ്ടിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് എന്റെ മോടെ കഴുത്തിൽ താലി പൊട്ടിക്കാൻ എനിക്ക് കഴിയും. തൊട്ടുപോകും. അതേക്ക് അത്രയ്ക്ക് ആവേശമാണെന്ന് വരെ എന്റെ കഴുത്തിലെ താലി പൊട്ടിക്കണം. മഹേശ്വരി, നിങ്ങൾക്കൊപ്പം പണമില്ലെങ്കിലും പൗരുഷമുള്ളവൻ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കിട്ടിയത്. അവന്റെ ഒരു പൗരുഷം. എറിയി പോടാ എന്റെ മുമ്പിൽ, എറിയി പോവാൻ. ചേച്ചിയെ വിളിച്ചത് അവിടെ പോണം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ട തെണ്ടികളുടെ കൂടെ അവളെ തുള്ളാൻ അയക്കരുതെന്ന് ഞാൻ 100 വട്ടം നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് പേര് ദോഷം കേട്ട് അവളെ ആര് കല്യാണം കഴിക്കും? അതുകൊണ്ട് വേലക്കാരനേക്കാൾ താഴ്ന്ന ഒരുത്തിന് നീ എന്റെ മോളെ പിടിച്ചു കൂട്ടുമല്ലേ? ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളെ കാണുമ്പോ കാർക്കിച്ച് തുപ്പുമായി. ഈ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോഴും കാർക്കിച്ച് തുപ്പുമടി. ഗോപിക്ക് എന്താണ് ഒരു കുറവ്? അവൻ നിങ്ങളുടെ സ്നേഹിതന്റെ മകനല്ലേ? എന്റെ കഴുത്തിന് താലി കെട്ടിയാലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യയാണെന്ന് കരുതട്ടോ. അങ്ങനെ പറയാതെ മോളെ. പിന്നെ ഞാൻ നിങ്ങളുടെ കാലി തിരുമിട്ടല്ലോ, അത് വെഞ്ചാരം മോളെ. ഇത്രയേറെ പുച്ഛിക്കാൻ ഞാനും എന്റെ മോനും എന്ത് തെറ്റ് ചെയ്തു? ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അവൻ അനുസരിക്കുകയായിരുന്നു മോളെ. എന്തൊക്കെയായാലും ഇന്നവൻ നിന്റെ ഭർത്താവാണ്. ഭർത്താവ് മോളെ, തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി താലിച്ചേടിനെ മാനിക്കാൻ കടപ്പെട്ടവളാണ്. ഏയ് തള്ളേ, അനളിപ്പാമ്പിനെ പോലെ ഈ വീട്ടിനകത്ത് നിങ്ങൾ പതുങ്ങിക്കിടന്നത് അവസരം കിട്ടുമ്പോൾ കളിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മോളെ, താലി കെട്ടി അവകാശവും പറഞ്ഞ് അമ്മയും മോനും കൂടെ എന്നെ ഭരിക്കാൻ വന്നേക്ക്. ഞാൻ കാണിച്ചു തരാം. എന്റെ ഭർത്താവ് നിൽക്കുന്നു. എന്നെ പിടിച്ചെടുക്കുന്നത് അഹങ്കാരമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുറിക്കകത്ത് താലി കുത്തിയാൽ ഞാൻ വേഷം തന്നെ ചത്തോളെ. ഓർമ്മയിരിക്കട്ടെ. വീട്ടിലെ ആ തുണികളൊക്കെ തച്ചോ. എല്ലാം കഴിച്ചു. അങ്ങനെ ഒന്ന് പാക്ക് ചെയ്യും. എന്താ നോക്കിയിരിക്കുന്ന പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റി? എന്താ അബദ്ധം പറ്റി? വക്കീലദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് അബദ്ധം പറ്റിയോ? ഇല്ല, പുറവശത്തായിപ്പോയി. വക്കീലത്തിന്റെ ഭാര്യയ്ക്ക് പുറവശത്തായി? വക്കീലദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബ്ലൗസിന്റെ ബട്ടൺ ചുപ്പറപ്പോ മുൻവശം പുറവശത്തായിപ്പോയി. കുഴപ്പം മുൻപിലല്ല അച്ഛന്, പുറകില. ലോകത്തിൽ ആർക്കെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ ഗരുഡനെ പണിഞ്ഞു ഒട്ടകമാക്കി കളഞ്ഞല്ലോ. പുതിയ ഫാഷനാണെന്ന് പറഞ്ഞാൽ മതി ആശാന്. ഓടാറും വക്കീലിനടുത്ത് ഇവിടെ പറഞ്ഞുണ്ടല്ലോ, അതിന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റി കളയുന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? പുതിയ തുണി വാങ്ങിച്ചു വെച്ചു കൊടുക്കണം. പുതിയ തുണി വെച്ചേക്ക് അവിടെ സമയം കഴിക്കുന്നു. ഏതായാലും ദൈവാധീനമായി, ഒന്ന് മുൻപിലോ ഒന്ന് പുറകിലുമായിരുന്നെങ്കിലോ. അന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ തയ്ക്കാം. ഏർപ്പാട്. ഞാൻ ഈ ജമ്പർ തന്നെ വക്കീലിനോട് കൊടുക്കാം. അയ്യോ അത് അതോടെ ഇല്ല, ഞാൻ ഒരാളോടുമില്ല. വക്കീലിന്റെ ഭാര്യ ഈയിടെ ഇരട്ട പ്രസവിച്ചായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല? അതിന് ഒരു കൊച്ചിന് മുല കൊടുത്തോണ്ടിരിക്കുമ്പോ മറ്റേ കൊച്ചു മുല കുടിക്കണമെന്ന് പറഞ്ഞ് കരയുമ്പോ ആ പെമ്പറന്നവര് പെടുന്ന പാട് നിങ്ങൾക്ക് അറിയാമോ? ഇതാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് മുല കൊടുത്തോണ്ടിരിക്കാം, മറ്റേ കൊച്ചിനെ പുറത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്തൊരു ബുദ്ധിയാണെന്ന്. അയ്യോ, ഇത് ബുദ്ധിയൊന്നുമല്ല, ഉർവശി ഉപകാരമാക്കി എടുക്കാനാണ്. അതിനാണ്